ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ. ഏകനേ യാ അല്ലാ, നായനേ യാ അല്ലാ, അഹദാനവനേ യാ അല്ലാ, സമദാനവനേ യാ അല്ലാ, അലിന്ത ഉടലെ വീണ്ടും ഉയർത്താൻ ബലിപെടുവോനേ യാ അല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് യാ റസൂലല്ലാ. സൂഫി ഗാനം ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്. അതൊന്ന് പരിവർത്തനം ഉണ്ടായി, പിന്നീട് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ഗാനമായിട്ട് മാറി. അതാണ് സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. വീണ്ടും അതിൽ പരിവർത്തനമായിട്ട് അത് പാരഡിയായിട്ട് വന്നു. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറിയേ. ഇതിൽ ഫസ്റ്റിൽ ആദ്യ ഘട്ടത്തിലൊക്കെ ഈ പാട്ട് പോറ്റിയെ കയറ്റിയ സമയത്ത് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. പോറ്റി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിലെ പ്രതിയാണ്. ആ പ്രതി ശബരിമലയ്ക്ക് കയറ്റി, ദേവസ്വം ബോർഡിൻ്റെ പ്രധാന കക്ഷിയാണ്. അയാളെ ശബരിമലയ്ക്ക് കയറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കയറ്റി എന്നുള്ള പരാമർശങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് കേരളത്തിന് പുറത്ത് ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ ട്രെൻഡായിട്ട് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സൂഫി ഗാനത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരുന്നത് ശബരിമലയിലെ പാട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ രീതിയിൽ തയ്യാറായിട്ട് അവർ ചിട്ടപ്പെടുത്തി അങ്ങനെ ഉണ്ടായതാണ് എന്നുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റെ ചരിത്രത്തിന് പിന്നാമ്പുറം പരിശോധിക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് കൂടുതലും ഇത്തരം സാഹിത്യ സമാഹരണത്തിലൊക്കെ ഒരു മുസ്ലിം ടച്ച് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇവിടെയും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ബാബര കഥകളൊക്കെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ബാബർ മുസ്ലിമാണ്, അത് മുസ്ലിം പള്ളിയുണ്ട്, അവിടെ നിർബന്ധമായിട്ട് പോകണം, ഒരു വിശ്വാസവുമായിട്ട് ടച്ച് അവിടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഈ ഗാനം ഏകനേ യാ അല്ലാ എന്ന പാട്ട് ഒരു സൂഫി ഗാനം, ഇസ്ലാമിക് ഭക്തി ഗാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉള്ളതാണ്. മുമ്പ് 1960-70 കാലഘട്ടത്തിലൊക്കെ അത് പാടിയിട്ടുണ്ട് എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ നാഗൂർ ദർഗ എന്ന ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രത്തിൽ പതിറ്റാണ്ടുകളായി സൂഫി ഗാനമായി പാടുന്ന മനോഹരമായിരിക്കുന്ന ഗാനമാണ് ഈ പറയുന്നത് ഏകനേ യാ അല്ലാ എന്നുള്ളത്. നാഗൂർ ഈ സൂഫി ഗാനത്തിനെ മാതൃകയാക്കിയിട്ട് ശബരിമലയിലേക്ക് ഇത് പരിവർത്തനം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഈരടിക്കനുസരിച്ച് പുതിയത് തയ്യാറാക്കി എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് ഈ ഭക്തിഗാനത്തെ ഇന്നത്തെ രീതിയിൽ മാതൃകയാക്കി പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഗാനരചയിതാവുമായ ഡോക്ടർ ഉള്ളന്തൂർ ഷൺമുഖം രചിച്ചതാണ് ഈ പറയപ്പെട്ട പള്ളിക്കെട്ട് എന്ന് പറയുന്ന ഗാനം. അത് ശബരിമല ഗാനം എന്ന് പറയുന്നത്. അതാണ് പിന്നീട് പാരഡിയായിട്ട് മാറി എന്നുള്ളത്. ഓരോരോ ചരിത്രപരമായിരിക്കുന്ന അന്വേഷണങ്ങൾ വരുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കേരള രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ച ഗാനം. ഈ ഇളക്കി മറിച്ച ഗാനം എന്ന് പറയുന്ന സമയത്ത് മറ്റൊരു പ്രത്യേകതയുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ UDF വലിയ സംവിധാനത്തോടു കൂടി ഭരണം പിടിച്ചെടുത്തു. സർവ്വ മേഖലയിലും സർവാധിപത്യം ഉണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഈ മേഖലയിൽ ഈ സർവാധിപത്യം ഉണ്ടാവാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ ഗാനം ഒരു പങ്ക് വഹിച്ചിട്ടില്ല. ഈ ഗാനത്തിൻ്റെ ഒരു തിളക്കമാർന്ന സമയം വരുന്നത് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പിന്നീട് ആഘോഷ പരിപാടികളാണ്. ആഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്, അതായത് വിജയാഘോഷം പരിപാടിയോടനുബന്ധിച്ച് അത് ക്ലച്ച് പിടിച്ചു പോന്നു. ഇലക്ഷൻ്റെ പ്രചരണത്തിൽ വളരെ അപൂർവമായ രീതിയിൽ ചില മേഖലയിൽ മാത്രം പ്രയോഗിക്കപ്പെട്ടതാണ് ഈ ഗാനം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സമയം എന്ന് പറഞ്ഞത് പിന്നെ ഇപ്പോൾ പറയുന്ന സമയത്ത് ഈ ഗാനം ഈ ഇലക്ഷന് മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും പങ്ക് വഹിച്ചതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പങ്കാളിത്തം വഹിച്ചതും വളരെ സജീവമായതും ട്രെൻഡായതും ഓടിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെ സോഷ്യൽ മീഡിയ സജീവമായിട്ട് കീഴടക്കിയതൊക്കെ ഈ ഇലക്ഷന് ശേഷം വന്ന് പിന്നീട് പാർലമെൻറ്റിൽ പാടി, കോൺഗ്രസിൻ്റെ നേതാക്കൾ അത് ഏറ്റുപാടി, UDFൻ്റെ പ്രവർത്തകന്മാർ അതിൽ വെച്ച് താളം ചവിട്ടി, അങ്ങനെയൊക്കെയാണ് അത് ക്ലച്ച് പിടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പിന്നീട് ഇപ്പോൾ എഴുതപ്പെട്ടവരെ വെച്ചിട്ടാണ്. ഇപ്പോൾ എഴുതപ്പെട്ട ആൾ ഇപ്പോൾ ഖത്തറിലാണ്. അയാൾ ഒരുപാട് 600ഓളം ഗാനങ്ങൾ എഴുതിയ ഗാനരചയിതാവാണ്. ആ രചയിതാവിൻ്റെ ജാതി തിരയുന്ന തിരക്കിലാണ്. അങ്ങനെയാണ് പിന്നീട് അത് ഒരു വർഗീയ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. 4-5 പേര് കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെ കേസ് എടുക്കുന്നത് ഭാവിയിൽ അത് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് മാറും എന്നതിനാൽ പിന്നീട് കേസ് എടുക്കേണ്ട തീരുമാനിച്ചു. അപ്പോൾ പിന്നെ എടുത്ത കേസ് എന്ത് ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ അഭിപ്രായ വ്യത്യാസമാണ്. അതിൻ്റെ രണ്ടാമത്തെ വേർഷൻ പാരഡി പിന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്.
അത് ഇതിനേക്കാണ് കുറച്ചും കൂടി ടച്ചാവുന്ന രീതിയിലാണ് അതിൻ്റെ രീതികളൊക്കെ വരുന്നത്. സംഗീതത്തിൻ്റെ രീതിയിലും സിനിമയുടെ രീതിയിലും നാടകം ആ രീതിയിലും പോകണം എന്നുള്ളതാണ്. കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്ന സമയത്ത് വലിയ വിമർശന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് അതിൽ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടാണ് പ്രധാനമായ രീതിയിൽ അതൊക്കെ ഓടിയത്, അല്ലെങ്കിൽ അത് വിവാദമായത്. അങ്ങനെ ആ സമയത്തൊക്കെ പല ആൾക്കാരും എതിർപ്പുകൾ, മുസ്ലിം പക്ഷത്തു നിന്നൊക്കെ പല ആൾക്കാരും എതിർപ്പുമായിട്ട് വന്ന സമയത്ത് അന്ന് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് അതൊരു കലയായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ്. സാഹിത്യമായിട്ടും കലയെ അങ്ങനെയായിട്ടും സംഗീതമായിട്ടും കണ്ടാൽ ഒരു വിഷയമൊന്നുമില്ല. പക്ഷേ ഇടതുപക്ഷം വിളക്കി പറയാനുള്ള കാരണം അവരുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയം ഉണ്ടായി എന്നുള്ളതാണ്. മാത്രമല്ല തൊട്ടടുത്ത് നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്ത് അതിൻ്റെ സെമി ഫൈനലായിട്ടും സർക്കാരിൻ്റെ പിരിപ്പുകേടുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിലയിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പാണ് എന്ന് മീഡിയക്കാരൊക്കെ വിലയിരുത്തതോട് കൂടിയിട്ടാണ് ഇതിന് ഇത്രയേറെ ശ്രദ്ധ കിട്ടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും സൂഫി വര്യന്മാർ മുൻപ് കാലത്ത് രചിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന ഈ ഗാനം ഇപ്പോൾ അത് വലിയ രീതിയിൽ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏകനെ യാ അല്ലാ എന്ന് പറയുന്ന ആ ഗാനത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡുള്ളത്. അതിങ്ങനെ ഓരോരോ മേഖലയിൽ നിന്ന് ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മില്യൺ കണക്കിന് ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഞാൻ നോക്കുന്ന സമയത്ത് 2020 വർഷത്തിൽ അത് 3 മില്യണൊക്കെ കണ്ട ഈ ഒരു ഗാനമാണ് ഈ പറയപ്പെട്ട ഏകനെ യാ അല്ലാ എന്നുള്ളത്. തമിഴ് ഭാഷയിൽ അവരങ്ങനെ ഇറക്കപ്പെട്ടിട്ടുണ്ട്, ഹിന്ദിയിലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, അത് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇപ്പോഴാണ് കണ്ടത് എന്ന് മാത്രം. അപ്പോൾ ഓരോരോ വിഷയങ്ങൾ വരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ചരിത്രം യാഥാർത്ഥ്യവും ആയിട്ട് എത്രത്തോളം ബന്ധമുണ്ട്, ഏതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇപ്പോൾ സ്വാമി അയ്യപ്പന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ആ മനോഹരമായിരിക്കുന്ന സ്വാമിയെ അയ്യപ്പോ എന്ന സംഗീതം അല്ലെങ്കിൽ എന്ന ഗാനം, അത് അവരുടെ പാരഡി, അതായത് ആ മതവിശ്വാസികളുടെ പാരഡിയല്ല, ആ മതവിശ്വാസികളുടെ ഗാനമായിട്ട് തന്നെ ആദരവോടുകൂടിയായിട്ട് മറ്റുള്ളവർ കേട്ടുകൊണ്ടിരുന്നതാണ്. എന്നാൽ അതിൻ്റെ പിന്നാമ്പുറം ഒരു ചരിത്രമുണ്ട്. അത് സൂഫി ദർഗയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ്. ദക്ഷിണേന്ത്യയിലെ നാഗൂർ ദർഗയിൽ വെച്ചിട്ടാണ് ഇത് പാട്ട് പാടിയത്. അതിൻ്റെ ഭാവമാറ്റം വരുത്തിയിട്ടാണ് സ്വാമി അയ്യപ്പ എന്നുള്ള ഗാനം ഉണ്ടായത് എന്ന് പറയുന്ന സമയത്ത് ഈ ഗാനത്തിന്, അതായത് സൂഫി കവിതയ്ക്ക് അല്ലെങ്കിൽ സൂഫി ദർഗയിൽ പാടപ്പെട്ട ഈ ഗാനത്തിന് വലിയ രീതിയിൽ തിളക്കം ഉണ്ടാകുന്നു. ഇതിൽ യൂട്യൂബിലൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്തും ഈ ഗാനം എഴുതപ്പെട്ടത് ഏകനെ യാ അല്ലാ എന്ന് പറഞ്ഞ് എഴുതപ്പെട്ട ആളെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ ചാറ്റ് GPT നോക്കുന്ന സമയത്ത് അതിൽ പറയുന്നത് ഗ്രൂപ്പായിട്ട് ചേർന്ന് നിന്നിട്ടാണ് ഈ ഗാനങ്ങൾ പാടിയത്. അതുകൊണ്ട് ആരാണ് പാടിയതെന്ന് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല, ആരാണ് എഴുതപ്പെട്ടത് എന്ന് ക്ലിയർ ആയിട്ടുമില്ല. അങ്ങനെ പറയുന്ന സമയത്ത് അതിൻ്റെ പിന്നാമ്പുറം വലിയൊരു ചരിത്രം ഉണ്ട്. അതായത് പഴക്കമാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു 10, 30, 40, 50 വർഷത്തെ ഒരു എടുക്കുന്ന സമയത്ത് ഏറെക്കുറെ 30 വർഷത്തിന് ഇങ്ങോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ആ രീതി എപ്പോൾ എഴുതി എങ്ങനെ പാടിയെന്നൊക്കെ അറിയാൻ വേണ്ടി പറ്റും. അതിൻ്റെയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗാനമാണ് എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യമാണ്.